പീഡന പരമ്പരയിൽ നട്ടം തിരിഞ്ഞു നിൽക്കുന്ന രാഹുൽ മങ്കൂട്ടത്തിനെയും കോൺഗ്രസിനെയും കരകയറ്റാൻ CPIഎമ്മിനെതിരെ ബോംബ് പൊട്ടിക്കും എന്നുള്ള ഉമ്മാക്കിയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്നലെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. കേരളം ഞെട്ടുന്ന ബോംബ് കയ്യിലുണ്ട് എന്നാണ് അദ്ദേഹം വടകരയിൽ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. CPIഎമ്മുകാർക്ക് അധികം കളിക്കരുത്, ഞാൻ ഭീഷണിപ്പെടുത്തുകയാണ് എന്ന് ആരും വിചാരിക്കരുത്. ഭീഷണി അല്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആണ്. കേരളം ഞെട്ടിപ്പോകും, കത്തും, മണ്ണാം കട്ട, ഞെട്ടിക്കുന്ന വാർത്ത വൈകാതെ പുറത്തു വരും. മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് അങ്ങനെയൊക്കെയായിരുന്നു സതീശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്വന്തം MLAക്കെതിരെ വനിതാ പ്രവർത്തകരടക്കം നടത്തിയ വെളിപ്പെടുത്തൽ മറച്ചുവെക്കാൻ മറ്റു പാർട്ടികളെ ഭീഷണിപ്പെടുത്തുന്ന കിളി പോയ അവസ്ഥയിലാണ് ഇപ്പോൾ പ്രതിപക്ഷമുള്ളത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസും ചില മാധ്യമങ്ങളും കരുതി വെച്ച വ്യാജ വാർത്തകൾ CPIഎമ്മിന് നേരെ പൊട്ടിക്കാനിരിക്കുകയാണ്. രാഹുലിന്റെ ലീലാവിലാസങ്ങൾ നാടറിഞ്ഞത് തന്നെ. PB രേഖ ചോർന്നു എന്നുള്ള ഗുണ്ട് 8 നിലയിൽ പൊട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. UDF മാധ്യമങ്ങളുടെ സഹായത്തോടെ CPIഎമ്മിനെതിരെ വെളിപ്പെടുത്തിയ PB രേഖ പോലുള്ള വാർത്ത ആവർത്തിക്കും എന്നാണ് സതീശൻ വീമ്പടിക്കുന്നത് തന്നെ. തെളിവ് സഹിതം എന്ന് പറഞ്ഞ് വെളിപ്പെടുത്തിയവരെല്ലാം പൊളിഞ്ഞപ്പോഴാണ് ഈ പൂഴികടകൻ പയറ്റിയിരിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലം മുതൽ കൊണ്ടുവന്ന ആരോപണങ്ങളെല്ലാം KPCC ഓഫീസിൽ തന്നെ കിടന്ന് പൊട്ടിയതല്ലാതെ ഒരു ചലനവും ഉണ്ടാക്കിയിട്ടില്ല. രാഷ്ട്രീയവും വസ്തുതയും പറഞ്ഞ് LDFനെ നേരിടാൻ UDFനോ BJPക്കോ കഴിയാത്തതിനാലാണ് ഈ തന്ത്രം. രാഹുൽ എപ്പിസോഡ് തീർന്നു എന്ന് സ്ഥാപിക്കാനും പ്രവർത്തകരെ ആവേശം കൊള്ളിച്ച് രംഗത്തിറക്കാനുമുള്ള അടവും സതീശന്റെ ഇപ്പോ പൊട്ടിക്കും ഉമ്മാക്കിക്ക് പിന്നിലുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഗൗരവതരമാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കുകയാണ്. വളരെ ഗൗരവമായ വിഷയമായി തന്നെയാണ് ഇത് കേരളീയ സമൂഹം ഏറ്റെടുത്തിരിക്കുന്നത്. ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നു വന്നയാൾ MLA പോലെ ഒരു സ്ഥാനത്ത് ഇരിക്കരുത് എന്ന് പൊതുവായി അഭിപ്രായം ഉയർന്നു വന്നു കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ ആ നിലയിലല്ല ഇപ്പോൾ ഇതുവരെ കാണുന്നത്. ഇതുപോലെ എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയും? സമൂഹത്തിൽ വലിയ പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്ന സംഭവമായാണ് ഇത് മാറിയിരിക്കുന്നത്. കാരണം ഒന്നിലധികം സംഭവങ്ങളെ പറ്റിയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. യുവതിയെ കൊല്ലുമെന്ന് വരെ ഭീഷണിപ്പെടുത്തുന്നത് അടക്കമുള്ള ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നിരുന്നു. എത്രമാത്രം ക്രിമിനൽ രീതിയാണ് വരുന്നത് എന്നാണ് ആലോചിക്കേണ്ടത്. നമ്മുടെ സമൂഹത്തിൽ പൊതുപ്രവർത്തകർക്ക് ഉണ്ടായിരുന്ന ഒരു പൊതു അംഗീകാരമുണ്ട്. അതിന് അപവാദം വരുത്തിവെക്കുന്ന ചില കാര്യങ്ങൾ ചില ഘട്ടങ്ങളിൽ സംഭവിക്കാറുണ്ട്. എന്നാൽ ഇത്രത്തോളം പോയ ഒരു കാര്യം ഇതേവരെ കേട്ടിട്ടില്ല. ഒരു പൊതുപ്രവർത്തകനെതിരെ ഇങ്ങനെ ആരോപണം ഉണ്ടാകുമ്പോൾ സാധാരണ നിലയ്ക്ക് ശക്തമായ നിലപാട് എടുത്തു പോകണം. എന്നാൽ ഇവിടെ എല്ലാ താല്പര്യങ്ങളും വെച്ച് നോക്കുകയാണ്. സംസ്ഥാനത്ത് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് പ്രതിപക്ഷ നേതാവിൻ്റെത്. അദ്ദേഹത്തിന്റെ പ്രതികരണം സമൂഹം ശ്രദ്ധിക്കുകയും ചെയ്യും. ഇപ്പോൾ കോൺഗ്രസിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഉള്ളത്. രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഒരു മാന്യതയും ധാർമ്മികതയും ഉണ്ട്. അത് നഷ്ടപ്പെടുന്നതിലെ മനോവ്രത കോൺഗ്രസിലെ തന്നെ പലരും പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടും ആരോപണ വിധേയനെ സംരക്ഷിക്കുന്ന നില പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി കൂടാത്തത് തന്നെയാണ്. മാത്രമല്ല പ്രകോപിതനായി എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ് പ്രതിപക്ഷ നേതാവ്. അങ്ങനെ ഒരു നിലയിലേക്ക് പ്രതിപക്ഷ നേതാവ് പോകാൻ പാടുള്ളൂ. ശരിയല്ലാത്ത നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. രാഷ്ട്രീയത്തിനും പൊതുപ്രവർത്തകർക്കും അപമാനം വരുത്തി വെക്കുകയാണ്. അത്തരം ഒരാളെ വഴിവിട്ട് ന്യായീകരിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യം തന്നെയാണ്. ഇത് ഇനിയും എത്ര നാളുകളിലേക്ക് വ്യാപിപ്പിക്കുമെന്നുള്ളത് അറിയുകയില്ല. നിയമപരമായി സ്വീകരിക്കാൻ പറ്റുന്ന നടപടികളെല്ലാം തന്നെ സ്വീകരിക്കും. പരാതി നൽകുന്നതിന് ആരും ഭയക്കേണ്ട കാര്യവുമില്ല. എല്ലാ സംരക്ഷണവും സർക്കാർ നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു.